ഇന്നലത്തെ ജയിൽ നോമിനേഷൻ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. എല്ലാവരും ജിസേലിൻ്റെ പേര് പറഞ്ഞു, ഒരു മെജോറിറ്റി. പിന്നെ ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. അത് അത്ഭുതമൊന്നുമില്ല, പുള്ളിക്കാരിയുടെ പെരുമാറ്റം അങ്ങനെ തന്നെയാണ്, അത് അർഹിക്കുന്ന വോട്ട് തന്നെയായിരുന്നു. പക്ഷേ എലിമിനേഷനിലായിരുന്നു ലക്ഷ്മി എടുത്തിടേണ്ടത്. കാരണം എനിക്കവിടെ ഒട്ടും താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ് ലക്ഷ്മിയാണിപ്പോൾ. ആദ്യം എനിക്ക് അനുമോളെ അത്ര ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അനുമോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ജിസേൽ എന്തിനാണ് കരഞ്ഞത്? അക്ബർ ജിസേലിൻ്റെ പേരാണ് ലക്ഷ്മിയുടെ മുന്നേ പറഞ്ഞത്. എന്നിട്ട് ആര്യം വന്നിട്ട് അവിടെ ജിസേലിനെ പാമ്പർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എല്ലാവരും പ്ലാൻ ചെയ്ത് നിനക്ക് സ്ക്രീൻ സ്പേസ് തരാൻ വേണ്ടിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അത് ചീറ്റിപ്പോയി. പക്ഷേ ജിസേൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഫെയർ അല്ല. കാരണം അവിടെ ഗെയിം കളിക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് കളിച്ച് അവിടെ മറ്റുള്ളവരെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നല്ല ഒരു പരിപാടിയല്ല. കാരണം അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും ഇനി ഗോയിങ് ഫോർവേഡ് അവരെന്തായാലും ജിസേലിൻ്റെ പേര് എവിടെയെങ്കിലുമൊക്കെ നോമിനേഷനിൽ ഇടും. എലിമിനേഷൻ ആണെങ്കിലും ഇടാൻ സാധ്യതയുണ്ട്, ഓപ്പൺ നോമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ കളിക്കും ഫ്രീ ആയിട്ട്? അത് നല്ലൊരു എക്സ്പെക്റ്റേഷൻ അല്ല. ജിസേൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഫെയർ അല്ല. പിന്നെന്താണ്, ജിസേൽ ഈ കൈയുടെ മുറിവ് വെച്ചിട്ട് പലയിടത്തും അഡ്വാൻറ്റേജ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് സത്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആര്യൻ കുറച്ചുകൂടെ ജെന്യുവിനാണ്. ആര്യനിപ്പം മറ്റുള്ളവർ ആര്യനെ പറ്റി എന്ത് വിചാരിച്ചാലും ആര്യൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പോകുന്നുള്ളൂ. അല്ലാതെ ആര്യൻ സന്തോഷിപ്പിക്കാൻ അവിടെ ആര്യൻ ഗെയിം മാറ്റുന്നില്ല. ഇപ്പം ജിസേലിനെ ആര്യന് സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ പലരും ഉണ്ട് അവിടെ ഗെയിം ചേഞ്ച് ചെയ്യുന്നവർ. ഇപ്പം അഭിലാഷിനെ നോക്കിയാലും പിന്നെ ആരാണ്, മസ്താനി ആണെങ്കിലും അനുമോളാണെങ്കിലും പ്രവീണാണെങ്കിലും ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗെയിം മാറ്റുന്നുണ്ട്. ഇങ്ങനെ വോട്ട് അനുസരിച്ച് അല്ലെങ്കിൽ സപ്പോർട്ട് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുന്നുണ്ട്. പക്ഷേ ആര്യൻ അങ്ങനെയില്ല. ആര്യനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ചിലപ്പോൾ ആര്യൻ്റെ നേച്ചർ ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷേ പുള്ളി ജെന്യുവിനാണ്. പുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു ക്യാരക്ടറല്ല, സ്റ്റേബിളാണ്. പിന്നെന്താ, ആദിലയുടെ ഭയങ്കര ധിക്കാരപൂർവ്വമുള്ള ഒരു പെരുമാറ്റം അനീഷിൻ്റെ അടുത്തും നൂറയുടെ അടുത്തും കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബോറായിരുന്നു. കാരണം ആദിലയ്ക്ക് ആരെയും എന്തും പറയാം, ആദിലയോട് ആരും ഒന്നും പറയരുത് എന്നുള്ളൊരു സ്റ്റാൻഡ് ശരിയല്ല. ആദിലയ്ക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ഒരു ടൈം വരെ നമുക്ക് ആർക്ക് വേണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ആർക്കാണെങ്കിലും ഇറിറ്റേഷൻ ആവും. അങ്ങനെയാണ് അനീഷ് അവിടെ പെരുമാറിയത്. പക്ഷെ അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല. ആദില കുറച്ചുകൂടെയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നതായിരിക്കും നല്ലത്. കാരണം ആദിലയുടെ ഈ ഒരു ധിക്കാരം നിറഞ്ഞ ഒരു പെരുമാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്കത് ഫെയർ ആയിട്ട് തോന്നിയോ?